ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തിയാണ്. കൊഞ്ചെന്നും പറയും, ചെമ്മീനെന്നും പറയും. ഞാനിത് വറുത്ത് വെച്ചിരുന്നതാണ്, നേരത്തെ വറുത്ത് വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചാണ്. അതിന് നമുക്ക് ആവശ്യമായത് ഒരു ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്, ഉപ്പ്, 8-10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരര സവോള എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പുളി, പിന്നെ ഒരു തണ്ട് കറിവേപ്പില. നമുക്കിനി കൊഞ്ച് വറുത്തെടുത്തതായതുകൊണ്ട് ഇനി ഈ മുളകും ഈ സവോളയും കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം, വറുക്കാം. മുളകൊന്ന് വറുക്കുകയും ചെയ്യും. സവോള നമുക്ക് സാധാ എല്ലാവരും ചുട്ടെടുക്കും, ഉള്ളി ചുട്ടെടുക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവോളയാണ്. ഇത് നമുക്ക് ചീനച്ചട്ടിയിലിട്ട് ഒരു ശകലം എണ്ണയും ഒഴിച്ച് നമുക്കൊന്ന് ഇതിനെ ഒന്ന് ചുട്ടെടുക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഒരു സ്പൂൺ വലിപ്പമുള്ള വെളിച്ചെണ്ണ ഇവിടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ചട്ടി ചൂടായി. ഇനി നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സവാള ചെറുതായിട്ട് ചുമന്ന് വരുന്നുണ്ട്. ഈ മുളക് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പറ്റൽ മുളക് എല്ലാ വീടുകളിലും കാണത്തില്ല. എനിക്കിവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ എടുത്തത്. ഇതിന് പകരം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി. ഈ ഉള്ളി ഇങ്ങനെ സവാളയോ ചെറിയ ഉള്ളിയാണെങ്കിൽ ഇത്തിരി കൂടെ നല്ലതായിരിക്കും. ചുമന്ന് വരുമ്പോഴത്തേക്ക് ചുമന്ന് ഇത്തിരി കൂടെ നല്ല ചുമന്ന് വരുമ്പോൾ ചമ്മന്തിക്ക് കറക്റ്റ് പരുവാകുമ്പോഴത്തേക്ക് മുളക് പൊടി ഇട്ട് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇറക്കിയാൽ മതി. നല്ലതായിരിക്കും, നല്ല ടേസ്റ്റായിരിക്കും. മുളക് പോലെയുള്ള ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ മുളക് ഉള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ എടുത്തത്. നമ്മുടെ മുളകും സവാളയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് ഓഫാക്കാൻ എല്ലാം റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചമ്മന്തി അരയ്ക്കാൻ പോവുകയാണ്. തേങ്ങ എടുത്തു, നമ്മുടെ മുളകും സവോളയും കറിവേപ്പിലയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുളി നമുക്കിട്ട് കൊടുക്കാം. കൊഞ്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ള കൊഞ്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഒരു പറ ചോറ് കഴിക്കുക, അടിപൊളി ചമ്മന്തി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹായ്, വീണ്ടും കാണാം.